നമസ്കാരം. ഈ 2025-26 എന്ന് പറയുന്നതിലൊന്നും കാര്യമൊന്നുമില്ല. ജൂലിയൻ്റെ സ്മാരകമായിട്ട് കണ്ടെത്തിയ ഒരു സമയം ഇങ്ങനെ നദി പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതിന് കട്ട് ഓഫ് ഒന്നുമില്ല. എങ്കിലും നമ്മുടെ സങ്കല്പത്തിൽ അതുണ്ടല്ലോ. 2025 അന്ത്യയാമങ്ങൾ എത്തുമ്പോഴത്തേക്കും അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്രാടപ്പാച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഉത്രാടപ്പാച്ചിൽ തുടങ്ങിയിരിക്കുന്നത് രണ്ട് പാർട്ടികളാണ്. പ്രതീക്ഷാ നിർഭരതയുള്ള രണ്ട് പാർട്ടികൾ. അതായത് ഒന്ന് കോൺഗ്രസ് തന്നെയാണ്, രണ്ടാമത്തത് BJP. ചിത്രത്തിലേക്ക് വന്നിട്ടില്ല ഇടതുമുന്നണി. അവരുടെ സംസ്ഥാന കമ്മിറ്റി, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗങ്ങൾ, ഇതൊക്കെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ പറ്റി പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പ്രിപ്പറേഷൻ ലെവലിലേക്ക് പോയിട്ടില്ല. തയ്യാറെടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തയ്യാറെടുപ്പ് ഏതാണ്ട് അതിൻ്റെ മൂർധന്യത്തിൽ തിരിക്കുകയാണ്. വയനാട്ടിൽ അവർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ് കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് ഇപ്പോൾ എല്ലാം കോൺക്ലേവിൻ്റെ ഭാഷയിലാണ്. എങ്കിൽ മാത്രമേ ജനങ്ങൾക്കൊരു താല്പര്യം തോന്നൂ, ആ പാർട്ടി പ്രവർത്തകർ വരികയുള്ളൂ. കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ജനുവരി 4, 5 തീയതികളിൽ ആണ്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമായതുകൊണ്ടോ എന്നറിയില്ല. പ്രിയങ്ക ഗാന്ധി വരില്ല, വരേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും വേണമെങ്കിൽ ഒന്ന് സന്ദർശനം നടത്താം, തൻ്റെ മണ്ഡലമല്ലേ. അങ്ങനെ ഇങ്ങനൊന്നും വരാറില്ല. കാരണം മകൻ്റെ വിവാഹത്തിൻ്റെയൊക്കെ ആലോചനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയ ബിസി ആയിരിക്കും മാഡം MP. അപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ തന്നെയും വളരെ ഉഷാറായിട്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു തീരുമാനമായിട്ടുണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ. അതായത് ഇപ്പോഴത്തെ സിറ്റിംഗ് MLA-മാർക്കെല്ലാം സീറ്റ് കിട്ടും, അല്ലെങ്കിൽ അവർ വഴക്കുണ്ടാക്കുമെന്നറിയാം. അതാണ് ഒരു കീറാമുട്ടിയായ പ്രശ്നം കോൺഗ്രസ്സിൽ. എങ്കിലും ഒരു 4 കോൺഗ്രസ് MLA-മാർക്ക് ഇക്കുറി നഷ്ടപ്പെടും. അതിലൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് പിന്നെ പാഴൂർ പടിപ്പുരയിലൊന്നും പോകേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും അദ്ദേഹത്തിന് കൊടുക്കില്ല ED സതീശനുള്ളിടത്തോളം കാലം എന്നുള്ള ഉറപ്പാണ്. പിന്നെ അദ്ദേഹം വിമതനായിട്ട് മത്സരിച്ച് ജയിക്കുമോ എന്നുള്ള കാര്യം അദ്ദേഹം തീരുമാനിക്കട്ടെ. എന്തായാലും ഇതിനുള്ളൊരു സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ടാവും. ഈ സ്ക്രീനിങ് കമ്മിറ്റി ഉടൻ തന്നെ AICC തീരുമാനിക്കും. എന്ന് പറഞ്ഞാൽ KC വേണുഗോപാൽ തീരുമാനിക്കും എന്ന് വിചാരിച്ചാൽ മതി. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മാത്രം കാര്യമാണ് ഈ പറയുന്നത്. താഴെ തട്ടിൽ നിന്നുള്ള ഒരു വിജയത്തിൻ്റെ കാരണം എന്ന് പറയുന്നതും താഴെ തട്ടിൽ നിന്നായിരുന്നു തെരഞ്ഞെടുപ്പെന്നാണ്. ബൂത്ത് പ്രവർത്തനം അത്ര കാര്യമായ തോതിൽ ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും അവർ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തത് മുകളിലെ തട്ടിൽ നിന്നുമല്ല. സാധാരണ കോൺഗ്രസ് അങ്ങനെ ചെയ്യുന്നത്, താഴെ തട്ടിൽ നിന്നുമാണ്. അതെങ്ങനെ ഈ താഴെ തട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തകരോട് നിങ്ങളുടെ വാർഡിൽ ഏത് സ്ഥാനാർത്ഥിയാണ് വേണ്ടതെന്ന് പറയും. വാർഡ് തലത്തിലുള്ള പ്രവർത്തകർ കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തകരോട് നിങ്ങളുടെ പ്രസിഡൻ്റായിട്ട് ആരെ വേണമെന്ന് ചോദിക്കും. അത് കഴിഞ്ഞാൽ അതിന് മുകളിലുള്ള പ്രവർത്തകരെ വെച്ചിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ആരെ വേണം എന്ന് പറയും. ഹയറാർക്കിക്കൽ ലെവലിൽ ഇങ്ങനെ മേളിലോട്ടാണ് വേണമെന്ന് അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് അവസാനം താഴെ തട്ടിലുള്ള ആൾക്കാർ പറഞ്ഞ ആ തീരുമാനത്തിലേക്ക് പോകും മുകളിലെ തട്ടിൽ. അപ്പോൾ അങ്ങനെ അതിനൊരു അംഗീകാരം കിട്ടും. ആ ഒരു അംഗീകാരം കൊണ്ടാണ് തീർച്ചയായിട്ടും, അതായത് ഒരു അധികാരത്തിൻ്റെ വികേന്ദ്രീകരണം തീരുമാനത്തിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. സ്ഥാനാർത്ഥി തീരുമാനത്തിലുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന ഒരു വിജയം, മോശമല്ലാത്ത ഒരു വിജയം കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാതെ കോൺഗ്രസ്സിനുണ്ടായത്. മുന്നണിയുടെ കാര്യമല്ല ഈ പറയുന്നത്, കോൺഗ്രസിൻ്റെ ഉൾപാർട്ടി രാഷ്ട്രീയത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ മണ്ഡലങ്ങളെ BJP ചെയ്യുന്നത് പോലെ ABC എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഉറപ്പായും ജയിക്കുന്ന മണ്ഡലങ്ങൾ, നല്ല പരിശ്രമം ആഞ്ഞു പിടിച്ചാൽ എന്ന് നമ്മൾ പറയുന്ന ആ പരിശ്രമം നടത്തിയാൽ ജയിക്കാവുന്ന മണ്ഡലം B വിഭാഗത്തിൽ വരും. ഇനി അതൊന്നുമല്ല ഒരു രക്ഷയില്ലാത്തത് എന്നാണ് അർത്ഥം, സിയിലും വരും. അങ്ങനെ അവിടേക്ക് വേണ്ടിയിട്ട് സിയിലെ ഇപ്പം
ശത്രുതയുള്ളവനെ പിടിച്ച് സീലങ്ങ് ഇട്ടാൽ മതിയല്ലോ, അവൻ ജന്മത്തിൽ ജയിക്കുകയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വഴികളൊക്കെ വെച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ ഇപ്പോഴുള്ള MLA-മാരിൽ നിന്ന് തീരുമാനിക്കുക. അതുപോലെ എന്തായാലും വ്യക്തമായിട്ടുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 93 സീറ്റുകളിൽ വലിയ വ്യത്യാസമില്ലാതെ നടക്കും. അല്ലാണ്ട് എപ്പോഴുള്ള MLA-മാരുടെ കാര്യമല്ല. 93 സീറ്റുകൾ 2021 ഇവർ മത്സരിച്ചു. 93 കിട്ടിയത് ഏതാണ്ട് 21 കണ്ടാണ്. എങ്കിലും അവിടേക്കെല്ലാം അന്ന് മത്സരിച്ച ആൾക്കാർ തോറ്റതാണ് കൂടുതലും. അങ്ങനൊരു തീരുമാനം എടുക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം അന്ന് താഴെ തട്ടിൽ സ്വീകാര്യത ഉണ്ടായിരുന്ന ആൾക്കാരെയാണ് മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയത്. അതുപോലെ തന്നെ 70 സീറ്റിൽ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. 70 സീറ്റിൽ വിജയലക്ഷ്യം. 70 സീറ്റിലെങ്കിലും വിജയിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ആഗ്രഹം. എങ്കിലേ ഭൂരിപക്ഷമാവും. അപ്പോഴും ഭൂരിപക്ഷം ആവുന്നില്ല. കോൺഗ്രസ്സിന് മാത്രമായിട്ട് 70 സീറ്റ്, കോൺഗ്രസ്സിന് മാത്രമായിട്ട് ഭരിക്കാൻ പറ്റുകയല്ല. 70 സീറ്റ് ടാർഗറ്റ് വെച്ചിരിക്കുന്നതിന് വേറെ ഉദ്ദേശമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിക്കാനാണ്. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. മുസ്ലിം ലീഗ്, ഇതിനോട് ചേർത്തൊരു കാര്യം കൂടി പറയാം. കോൺഗ്രസിൻ്റെ കാര്യമല്ല, മുസ്ലിം ലീഗിൻ്റെ. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സീറ്റുകൾ മാത്രമേ ചോദിക്കൂ, അതിൽ കൂടുതലൊരു സീറ്റും വേണ്ട. അത്ര ഒരു ഔദാര്യം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ചോദിച്ചാൽ കൊടുത്തേ പറ്റൂ. അതുപോലെ മുസ്ലിം ലീഗ് വളർന്നിട്ടുണ്ട്, അവരുടെ ജനസംഖ്യയും വളർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണയാണെങ്കിൽ ഈ ലീഗ് കിട്ടിയത് 24 സീറ്റിൽ മത്സരിച്ചു. 15 സ്ട്രൈക്ക് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത് കൊടുത്തേ പറ്റൂ. 2 അതുപോലെ തന്നെ ജോസഫ് ഗ്രൂപ്പ് 10 മത്സരിച്ചു. ഞങ്ങൾ വലിയ ശക്തിയാണെന്ന് പറഞ്ഞ് 2 ജയിച്ചത്. ബാർഗെയിൻ പവർ ഭയങ്കരമാണ് PJ ജോസഫിൻ്റെ. അങ്ങനെയാണ് ചില കാര്യങ്ങൾ. 10 താഴെയുള്ളതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇനി BJPയുടെ സ്ഥാനാർത്ഥികളുടെ പട്ടിക തന്നെ അടുത്ത ആഴ്ച തീരുമാനിക്കുമെന്ന് അറിയുന്നത്. നമുക്ക് ഏകദേശം ഒരു ദിങ്മാത്ര ദർശനം നടത്തിയിട്ട് പോവാം. S സുരേഷ് ഒഴികെയുള്ള ബാക്കി എല്ലാവരും സ്ഥാനാർത്ഥികൾ. S സുരേഷ് സാമ്പത്തികമായിട്ട് വലുതായിട്ടൊന്നും ഉണ്ടാക്കാത്ത ആളാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാകാതെ. വേറെ എന്തെങ്കിലും ദൗത്യം അദ്ദേഹത്തിന് കൊടുക്കും. അദ്ദേഹം RCയുടെ ഏറ്റവും അടുത്ത ആളും കൂടാണ്. MD രമേശിനെ ചെങ്ങന്നൂരിൽ മത്സരിപ്പിക്കണം എന്നൊരു ഐഡിയ ഉണ്ടാകുന്നുണ്ട്. നല്ല സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്ന ആളാണ് MD. നല്ല സ്കോർ, ഉദ്ദേശിക്കാത്ത അത്രയും വോട്ടുകൾ പിടിച്ചെടുത്തു. അതുപോലെയാണ് PK കൃഷ്ണദാസ്. അദ്ദേഹം കാട്ടാക്കടയിലാണെന്ന് ഏതാണ്ട് സുവിദിതമാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ നഗരത്തിൽ പങ്കാളിയായിരുന്ന ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമുണ്ട്. അവിടെ ക്രൈസ്തവ ശക്തിയുള്ള ബലമുള്ള മണ്ഡലമാണ്. തീർച്ചയായിട്ടും അതിന് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ഉണ്ടാവും. അവിടെ സ്ഥാനം കിട്ടുക ഒല്ലൂർ മണ്ഡലത്തിലായിരിക്കും. അതൊന്ന് ആഞ്ഞു പിടിച്ചാൽ ജയിക്കാവുന്നേ ഉള്ളൂ എന്ന് BJPക്ക് അറിയാം. അതുപോലെ തന്നെ ഈ പാർട്ടിയുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന് കാരണമായിട്ടൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. അതായത് ജില്ലാ മണ്ഡലം തലങ്ങളിലെ നേതാക്കൾ ഒന്നും ശരിക്കും പ്രവർത്തിച്ചില്ല എന്നാണ് പറയുന്നത്. ഇനി കുറേ കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ. നേമത്ത് രാജീവ് ചന്ദ്രശേഖറാണെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. വട്ടിയൂർക്കാവ് ശ്രീലേഖ അതാണ് നോക്കണം. കോർപ്പറേഷൻ വീണ്ടും തിരഞ്ഞെടുപ്പ് വരും ശാസ്തമംഗലം വാർഡിലേക്ക്. അതുപോലെ കഴക്കൂട്ടത്ത് V മുരളീധരനാണെന്ന് ഉറപ്പായിട്ടുണ്ട്. തിരുവനന്തപുരം G കൃഷ്ണകുമാർ, നമ്മുടെ സിനിമാ നടൻ, അദ്ദേഹം ഉണ്ടാവും. തൃശ്ശൂരിലും പറഞ്ഞു കേൾക്കുന്നുണ്ട് MD രമേശിൻ്റെ പേര്. പാലക്കാട് K സുരേന്ദ്രനാണ്. അതുപോലെ കായംകുളം ശോഭ സുരേന്ദ്രനാണ്. അത് അടിച്ചു കയറുമെന്നുള്ള ഉറപ്പാണ്. മലമ്പുഴ C കൃഷ്ണകുമാർ, തിരുവല്ല അനൂപ് ആൻ്റണിയാണ്. അതും ജയിക്കാൻ സാധ്യതയുള്ളതാണ്, കാരണം അനൂപ് ആൻ്റണി ആയതുകൊണ്ട്. പിന്നെ പാലായിൽ ഷോൺ ജോർജ്, അതിനും വലിയ സാധ്യതയാണ്. കാരണം അവിടെ BJPയെ ജയിപ്പിച്ചെടുത്ത ഒരാളാണ് അദ്ദേഹം. അതായത് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ഒരു മണ്ഡലത്തിൽ BJPയെ ജയിപ്പിച്ചതിൻ്റെ പിന്നിലെ വലിയ ശക്തിയാണ് ഷോൺ ജോർജിനെ കുറച്ച് കാണേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പിന്നത്തെ ഒരു തീരുമാനമെന്ന് പറയുന്നത് ചാത്തന്നൂരിൽ BB ഗോപകുമാറാണ്. ആറന്മുളയിൽ കുമ്മനം, ആറന്മുള വിമാനത്താവളത്തിനെതിരെ പ്രക്ഷോഭം നയിച്ച പരിസ്ഥിതി സ്നേഹിയായ കുമ്മനം. നല്ല വോട്ട് പെർസെൻറ്റേജ് അദ്ദേഹത്തിന് കിട്ടുമെന്ന് ഉറപ്പാണ്. മഞ്ചേശ്വരത്തെ ML അശ്വിനിയാണ്. ഷൊർണൂറിൽ KK അനീഷ് കുമാർ, മണലൂരിൽ AN രാധാകൃഷ്ണൻ. സ്ഥിരമായിട്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ ശോഭ അല്പം മങ്ങിയിരിക്കുകയാണ് AN രാധാകൃഷ്ണൻ. BJPയിലെ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കാറില്ല. കൊടുങ്ങല്ലൂരിൽ പാർട്ടിയുടെ വക്താവായ B ഗോപാലകൃഷ്ണൻ.
ആറ്റിങ്ങലിൽ പി സുധീർ, അദ്ദേഹം പിന്നോക്ക മോർച്ചയുടെ ഭാരവാഹിയായിരുന്നു. ചിറയൻകീഴിൽ ആശാനാഥ്, അവിടെയും കണ്ടോ, കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയറാണ്. അപ്പോൾ ആ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വരും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അങ്ങനെ വരുന്നത് 2 ഉപതെരഞ്ഞെടുപ്പുകളാണ്, ജയിച്ചാലേ ഉള്ളൂ കേട്ടോ. അതുപോലെ എറണാകുളത്ത് ജിജി ജോസഫ് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയായിരിക്കും. കാഞ്ഞിരപ്പള്ളി നോബിൾ മാത്യു ആണ്, നേരത്തെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് BJPയുടെ. അപ്പോൾ അദ്ദേഹത്തിന് കാഞ്ഞിരപ്പള്ളിയിൽ ഇടമുണ്ടെന്നാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. അതുപോലെ ചെങ്ങന്നൂരിൽ ഇപ്പോൾ MT രമേശ് തൃശ്ശൂരിലാണെങ്കിൽ ചെങ്ങന്നൂർ മിക്കവാറും സന്ദീപ് വാചസ്പതി, പാർട്ടിയുടെ കരുത്തുറ്റ സ്പോക്സ്മാനായിട്ടുള്ള, അതായത് മറ്റു പാർട്ടി വക്താക്കളുടെ എല്ലാം പേടിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് സഞ്ജീവ് വാജ്പതി. കാരണം അടുക്കും ചിട്ടയുമാർന്ന യുക്തിഭദ്രത ഉള്ള വാദങ്ങളിലൂടെ എതിരാളികൾക്ക് നല്ല പഞ്ച് കൊടുക്കാൻ കഴിവുള്ള ഒരാളാണ് അദ്ദേഹം. ഒരു നല്ല ഈ ചാനൽ ചർച്ചകളിലെ ഒരു ബോക്സിംഗ് ഹീറോയാണ് അദ്ദേഹം, ബോക്സിംഗ് ചാമ്പ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഉണ്ട്. ഇത് ഇത്രമാത്രം വോട്ടാകുമെന്നുള്ളത് നമ്മൾ കണ്ടിരിക്കണം. ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്, ഏകദേശം ഊഹിക്കാൻ കഴിയുന്നത്. വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും തിരുത്തലുകൾ വരുമ്പം തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് മേയറുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചല്ലോ. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഒരു പാറ്റേൺ നമ്മൾ കാണുന്നത്. അവരിപ്പോഴേ തന്നെ പ്രചാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ പ്രചാരണം തുടങ്ങും. അത്ര വാശിയേറിയ ഒരു മത്സരമാണിപ്പോൾ ഇനി നടക്കാൻ പോകുന്നത്. കാരണം വലിയ ഒരു മത്സരം എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണ മത്സരമായിരിക്കും എന്ന് മാത്രം നമുക്കിപ്പോൾ പറയാം. ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് മണ്ടത്തരമായി പോകാം തെരഞ്ഞെടുപ്പിൻ സമയത്ത്. അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. ശക്തമായ പോരാട്ടം അത്രമാത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.